എവിടുന്നാ വരുന്നേ? ഞങ്ങള് പട്ടാമ്പി തൃത്താല. പട്ടാമ്പി തൃത്താലയാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? തൃത്താല ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സിന്റെ സംഘമാണ്. അത് ശരി, ആദ്യമായിട്ട് വരികയാണ്. കൽപ്പാത്തി അഗ്രഹാരം എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരുപാട് സന്തോഷം തോന്നി. എവിടെ നിങ്ങൾ പഠിപ്പിക്കുന്നത്? തൃത്താല ഹൈസ്കൂളിലാണ്. ഞാൻ എടപ്പാള്. പല സ്കൂളുകളിലാണ്. ഞാൻ വേറെ വേറെ ജിമ്മാണ്. ഇതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം അല്ലേ? പണ്ട് കാലത്ത് ടീച്ചർമാരെന്നൊക്കെ പറയുമ്പോൾ അവർ സ്വന്തം ആരോഗ്യമൊന്നും നോക്കാറില്ലല്ലോ. പലപ്പോഴും മക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് അവർ മാറുന്നത്. പക്ഷേ ഇപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു പോസിറ്റീവായിട്ട് ആരോഗ്യം കൂടി നോക്കുന്ന ടീച്ചർമാർ വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജും കൂടിയാണ്. ഇപ്പോൾ ജിം ബന്ധമാണ് നിങ്ങൾക്ക് അല്ലേ? അപ്പോൾ ജിം ബന്ധനാണ്, ജിമ്മികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ജിമ്മികളായ നമ്മുടെ ടീച്ചർമാർ കൊള്ളാം. തൃത്താലയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ടാണോ എല്ലാവരും? പാലക്കാട് ജില്ലയിലാണെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കൽപ്പാത്തിക്ക് വരുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു വൈബ്? മസാല ദോശ കൂടെ ഞങ്ങൾ ഇന്നലെ തേര് വലിച്ചു. ജീവിതത്തിൽ ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു അനുഭവം അല്ലല്ലോ. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ ശരിയാണ്, പണിയെടുത്ത് അങ്ങ് തീർന്നു പോകുന്ന മനുഷ്യരാണ്. അതെ, ഇത്ര യാത്രകളൊക്കെ വേണം. വേറെ ഇങ്ങനെ യാത്ര ചെയ്യാറുണ്ടോ? പോയി അടുത്ത് ഞങ്ങള് വയനാട് പോയിട്ടുണ്ട്. അല്ല, ഫസ്റ്റ് ടൈമാണ് ഈ ടീം. അതെ, ഞങ്ങള് പല പ്ലാൻ. ദീപ സുമിത, രാധിക. അപ്പോൾ കൊള്ളാം അല്ലേ? അപ്പോൾ തൃത്താലയിൽ നിന്നുള്ള ടീച്ചർമാരാണ്. അവരും ഈ കൽപ്പാത്തി തേര് കാണാൻ വന്നതാണ്. ഈ ചില സ്ഥലങ്ങളിൽ പോയ കാഴ്ചയല്ല, ചില സ്ഥലങ്ങളിൽ അനുഭവമാണ് അല്ലേ? അവിടുത്തെ നിൽക്കുമ്പോൾ അവിടെയുള്ള മനുഷ്യരെ കാണുന്നത്, അവിടെയുള്ള മണം, അവിടെയുള്ള ഒരു അന്തരീക്ഷം അല്ലേ? അല്ലേ? നല്ലൊരു സ്നേഹമാണ് ഇവിടെ വന്ന് പാലക്കാട്. ரொம்ப സ്നേഹം തന്നെ അല്ലേ? എടുക്കാൻ ഒരു വീടിന് മുന്നിൽ ചെന്നാൽ എടുത്തോളൂ എന്നാ പറയാ. എല്ലാവർക്കും സ്നേഹമാണ്. വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള മനുഷ്യരാണുള്ളത്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ടീച്ചർ ഉഷാറാവട്ടെ.